ഹായ് മക്കളെ, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആയുരാരോഗ്യ സൗഖ്യം എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന പാഠഭാഗമാണ്. പാഠഭാഗം ടീച്ചറൊന്ന് വായിക്കാം. എന്താണ് അസുഖം? അധികം നീട്ടാതെ ഒറ്റ വാക്കിൽ പറഞ്ഞോളൂ. ക്ഷീണം, കലശലായ ക്ഷീണം. ഇത്രയും പറഞ്ഞ് അയാൾ ചുണ്ടുകൾ അടച്ചു പിടിച്ചു. എന്തിനാണ് ഈ കലശൽ? ക്ഷീണം മാത്രം പോരെ? ഡോക്ടർ സന്തുകുമാർ രോഗിയുടെ കൺപോളകൾ വിടർത്തുകയും നാവ് നോക്കുകയും നാഡി പിടിക്കുകയും ചെയ്ത ശേഷം ചോദിച്ചു. പാല് കുടിക്കാറുണ്ടോ? ഇല്ല. മുട്ട തിന്നാറുണ്ടോ? ഇല്ല. ഇറച്ചിയും മീനും തിന്നാറുണ്ടോ? ഇല്ല. സന്തുകുമാറിൻ്റെ ഭാവം മാറി. ദേഷ്യവും ഈർഷ്യയും കലർന്ന സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു, പുല്ല് തിന്നാറുണ്ടോ? രോഗി കണ്ണുകൾ ചിമ്മിയ ശേഷം പറഞ്ഞു, സർ, ഒരർത്ഥത്തിൽ പുല്ലു തിന്നാൻ പോലും വകയില്ല. ഈശ്വരഭക്തനായ കൈക്കൂലി വാങ്ങാത്ത ഒരു ശിപ്പായിയാണ് ഞാൻ. സർ, അച്ഛനമ്മമാരെയും ഭാര്യ മക്കളെയും പോറ്റാൻ തന്നെ ശമ്പളം തികയുന്നില്ല. രോഗിയുടെ ചുമലിൽ തട്ടി സന്തുകുമാർ അയാളെ എഴുന്നേൽപ്പിച്ചു കട്ടിലിൽ കിടത്തി. സ്നേഹത്തോടും ദയയോടും കൂടിയാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ ആരംഭിച്ചത്. രോഗിയെ നന്നായി പരിശോധിച്ചു. അലമാര തുറന്ന് മുന്തിയ ടോണിക്കുകളും ബിസ്ക്കറ്റുകളും അദ്ദേഹം അയാൾക്ക് കൊടുത്തു. ചങ്ങാതി, തനിക്കൊരു രോഗവുമില്ല. ഭക്ഷണത്തിൻ്റെ കുറവാണ് ക്ഷീണത്തിന് കാരണം. പതിവായി കടലയും പയറും കഴിക്കുക. തരം കിട്ടുമ്പോൾ മത്സ്യമാംസങ്ങളും കഴിച്ചോളൂ. ഇടയ്ക്കിടെ വന്നാൽ ഇത്തരം മരുന്നുകളും തരാം. പ്രത്യാശയുടെ കിരണങ്ങൾ രോഗിയുടെ കണ്ണുകളിൽ നിഴലിച്ചു. ശരി, പൊയ്ക്കോളൂ, സന്തുകുമാർ പറഞ്ഞു. പുല്ലു മാത്രം തിന്നു നടന്നാൽ ചത്തുപോകും. ഞാൻ പറഞ്ഞേക്കാം. പിന്നെ വേറൊരു കാര്യം, എല്ലാ ഫയലുകളും വേഗം എത്തിച്ചു കൊടുക്കണം കേട്ടോ. ഇവിടെ രണ്ട് കഥാപാത്രങ്ങളാണ് ഇവിടെ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ സന്തുകുമാറും കൈക്കൂലിയൊന്നും വാക്കാത്ത ഒരു ശിപ്പായിയായ ഒരു രോഗിയെക്കുറിച്ചുമാണ് അല്ലേ. അപ്പോൾ ഇതിൽ ആദ്യം രോഗി ആരെ കാണാനായിട്ട് എത്തുകയാണ്? സന്തുകുമാർ എന്ന ഡോക്ടറെ കാണാനായിട്ട് എത്തുന്നു. അവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളെല്ലാം പറയുന്നു. അദ്ദേഹം ക്ഷീണമെന്ന് പറയുന്നതിന് പകരം കലശലായ ക്ഷീണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ഡോക്ടർ ചോദിച്ചു, എന്താ വെറും ക്ഷീണമെന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു. വെറും ക്ഷീണമെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സാധാ നിലയിലുള്ളൊരു ക്ഷീണമായിട്ടേ നമുക്ക് തോന്നത്തുള്ളൂ അല്ലേ. കലശലായ ക്ഷീണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഡോക്ടറെ കാണാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺപോളകളും നാവും നാഡിയൊക്കെ പിടിച്ചു നോക്കിയപ്പോൾ നമ്മുടെ ഡോക്ടർ ചോദിച്ചതാണ്, പാല് കുടിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല. മുട്ട തിന്നാറുണ്ടോ? ഇല്ല. ഇറച്ചിയും മീനും തിന്നാറുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ ഡോക്ടർക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം വന്നു. നല്ല ഭക്ഷണമൊന്നും കഴിക്കാറില്ല, അപ്പോൾ എന്തുണ്ടാകും? ഇതുപോലുള്ള ക്ഷീണങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പോൾ ദേഷ്യത്തിൽ അദ്ദേഹം ചോദിച്ചു, പുല്ല് തിന്നാറുണ്ടോ? രോഗി പറഞ്ഞു, സാർ, ഒരർത്ഥത്തിൽ പുല്ല് തിന്നാൻ പോലും വകയില്ല. അപ്പോൾ ആ വീടിൻ്റെ അവസ്ഥ വളരെ മോശമാണ് അല്ലേ. അദ്ദേഹത്തിന് അധിക വരുമാനമൊന്നുമില്ല. മാത്രവുമല്ല, അച്ഛനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയൊക്കെ പോറ്റണം. തുച്ഛമായ ശമ്പളം. ആ ഒരു ശമ്പളം അധികമായൊരു കൈക്കൂലിയോ ഒന്നും വാങ്ങാറില്ല. ഈശ്വരനെ വിശ്വസിക്കുന്ന ഒരാളാണ്. തെറ്റായ കാര്യത്തിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നില്ല അല്ലേ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുടുംബം കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ്. നല്ല ഭക്ഷണവും കഴിക്കാൻ കഴിയുന്നില്ല. ഇത് കേട്ടപ്പോൾ ഡോക്ടർ സന്തുകുമാറിൻ്റെ മനസ്സിനൊരു അലിവ് തോന്നി. അദ്ദേഹം പെട്ടെന്ന് തന്നെ സ്നേഹത്തോടെയും ദയയോടെയും കൂടി നമ്മുടെ രോഗിയെ പിടിച്ച് കട്ടിൽ കിടത്തി നന്നായിട്ട് പരിശോധിച്ചു. തുടർന്ന് മുന്തിയ ടോണിക്കുകളും ബിസ്ക്കറ്റും ഒക്കെ അദ്ദേഹത്തിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, തനിക്കൊരു രോഗവുമില്ല. ഭക്ഷണത്തിൻ്റെ കുറവാണ് ക്ഷീണത്തിന് കാരണം. പതിവായി കടലയും പയറുമൊക്കെ കഴിക്കുക. തരം കിട്ടുമ്പോൾ മത്സ്യവും മാംസവുമൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്താം. അങ്ങനെ വന്നാൽ ഈ മരുന്നുകളൊന്നും അധികമായി കഴിക്കേണ്ടി വരത്തില്ല അല്ലേ. അപ്പോൾ നമ്മുടെ രോഗിയുടെ മനസ്സിൽ പ്രത്യാശയുടെ കിരണങ്ങൾ നിഴലിച്ചു. കാരണം അദ്ദേഹത്തിന് ധാരാളം പണം ചിലവാക്കി മരുന്നുകൾ കൂടി വാങ്ങി കഴിക്കാനുള്ളൊരു സാഹചര്യം ഇല്ല. കുടുംബം തന്നെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയേറെ കഷ്ടപ്പെട്ട ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മരുന്ന് മേടിച്ച് കഴിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയില്ല അല്ലേ. ഭക്ഷണം പോലും കഴിക്കാൻ നിലവിൽ അദ്ദേഹത്തിന് സാഹചര്യമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയായിരിക്കാം മരുന്ന് മേടിച്ച് കഴിക്കുക? അപ്പം അത്രയേറെ ബുദ്ധിമുട്ടുന്ന ഒരാളായിരുന്നു നമ്മുടെ ഈ കഥയിലെ കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ചികിത്സയ്ക്ക് കഴിഞ്ഞ് പോകാനിറങ്ങിയപ്പോൾ നമ്മുടെ ഡോക്ടർ സന്തുകുമാർ ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താ പറഞ്ഞത്? പുല്ലു മാത്രം തിന്നു നടന്നാൽ ചത്തുപോകും. ഞാൻ പറഞ്ഞേക്കാം. പിന്നെ വേറൊരു കാര്യം, എല്ലാ ഫയലുകളും വേഗം എത്തിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ജോലിയിൽ നമ്മൾ ആത്മാർത്ഥതയോടുകൂടിയും വേഗത്തിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആരോഗ്യം വേണം. അപ്പം നല്ല ആരോഗ്യം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഭക്ഷണവും കഴിക്കണം എന്ന സൂചനയാണ് നമ്മുടെ ഡോക്ടർ ആ രോഗിക്ക് കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം ഒന്ന് നോക്കിയേ. ഡോക്ടർ സന്തുകുമാറിനേക്കാൾ തടിച്ചു കൊഴുത്ത ഒരു മനുഷ്യൻ കയറി വന്നു. 60-ലധികം പ്രായം കാണും. വിരലുകൾ നിറയെ സ്വർണ്ണ മോതിരങ്ങൾ.
വില പിടിച്ച സെൻറ്റിൻ്റെ പരിമളം, ചന്ദന തൈലത്തിൻ്റെ സുഗന്ധം. അല്ല, നിങ്ങൾ ഇതുവരെ മരിച്ചിട്ടില്ലേ? ഡോക്ടർ സന്തകുമാർ ചോദിച്ചു. ഇല്ല, ഞാൻ മരിച്ചിട്ടില്ല. സന്തകുമാറിൻ്റെ ഒ.പിയിലെ ഒരു സ്ഥിരം രോഗിയാണ് ഈ ധനികൻ. ഇയാളെ കാണുമ്പോഴൊക്കെ സന്തകുമാർ ആദ്യം ചോദിക്കുന്ന കുശലമാണിത്. ഹ ഹ ഹ. ധനികൻ പൊട്ടിച്ചിരിക്കുകയാണ്. ബെഞ്ചിലിരുന്ന് കിതപ്പ് മാറ്റിയ ശേഷം ധനികൻ പറഞ്ഞു, പ്രഷർ നോക്കണം, പഞ്ചസാര നോക്കണം, ECG എടുക്കണം. ദൈവമേ, എനിക്ക് എന്നാണ് പ്രഷർ വരിക? എൻ്റെ മൂത്രത്തിൽ എന്നാണ് പഞ്ചസാര ഉണ്ടാവുക? ധനികൻ്റെ സ്ഥിരമായ ആവശ്യങ്ങളാണിത്. അദ്ദേഹത്തിൻ്റെ ധനികരായ സുഹൃത്തുക്കൾക്കെല്ലാം പ്രഷറും ഷുഗറും അറ്റാക്കും ഉണ്ട്. പലരും കാലയവനികയ്ക്കുള്ളിൽ മറയുകയും ചെയ്തു. എന്തിനാണ് ഇത്ര നേരത്തെ മരിക്കുന്നത്? സന്തകുമാർ ചോദിച്ചു. പതിവായുള്ള ചോദ്യം. മരിക്കുകയൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് നല്ല നല്ല രോഗങ്ങളാണ്. എന്നിട്ട് ചികിത്സിക്കണം, മരുന്ന് കഴിക്കണം. അങ്ങനെ രോഗം മാറി ഞാൻ ഒരുപാട് കാലം ജീവിക്കണം. എനിക്കുമില്ലേ ഒരു ഗുളിക കഴിക്കാൻ പൂതി? ധനികൻ്റെ കാതിലുള്ള വൈരക്കല്ല് വച്ച കടുക്കൻ തൊട്ടുകൊണ്ട് സന്തകുമാർ ചോദിച്ചു. ലാല, എന്തിനാണ് ഈ കടുക്കൻ? ഇത് ഭാര്യയ്ക്ക് കൊടുത്തേക്ക്, അവർക്ക് നല്ല ചേർച്ചയായിരിക്കും. ഇല്ല, ഞാനിത് ഊരുകയില്ല. പെൺമക്കളില്ലാത്ത എൻ്റെ അമ്മയുടെ അവസാനത്തെ സന്താനമാണല്ലോ ഞാൻ. സന്തു, നിനക്കറിയാമോ അതൊക്കെ? സന്തകുമാറിനെ സന്തു എന്നും ഡോക്ടർ എന്നും ധനികൻ മാറി മാറി വിളിക്കും. അത്രയും അടുപ്പത്തിലാണവർ. ഒ.പിയിലെ ഒരു പിടി സമയം അപഹരിച്ചുകൊണ്ട് ധനികനും പരിവാരവും ഇറങ്ങി. അപ്പോൾ നമ്മൾ നേരത്തെ വായിച്ച അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കഥയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടൊരു കഥയാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്, അല്ലേ? അവിടെ ഒരു ധനികനായ രോഗിയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ധനികനായ രോഗിയുടെ പ്രത്യേകത എന്തായിരുന്നു? 60-ലധികം പ്രായമുണ്ടായിരുന്നു. നല്ല തടിച്ചു കൊഴുത്തൊരു മനുഷ്യനായിരുന്നു, അല്ലേ? അദ്ദേഹത്തിൻ്റെ വിരലുകൾ നിറയെ മോതിരമുണ്ട്. അതുപോലെ അദ്ദേഹം കയറി വരുമ്പോൾ തന്നെ വിലപിടിപ്പുള്ള സെൻറ്റിൻ്റെയും ചന്ദന തൈലത്തിൻ്റെയും ഒക്കെ സുഗന്ധം അറിയാമായിരുന്നു. ഡോക്ടർ സന്തകുമാറുമായിട്ട് വളരെയേറെ സൗഹൃദമുള്ള ആളായിരുന്നു ഈ ധനികനായ ആ വ്യക്തി, ആ രോഗി എന്ന് പറയുന്നത്, അല്ലേ? അതുമാത്രമല്ല, ഡോക്ടർ സന്തകുമാർ ഈ രോഗിയെ കണ്ടോണ്ടേ ചോദിച്ചത് എന്തായിരുന്നു? താങ്കൾ ഇതുവരെയും മരിച്ചിട്ടില്ലേ എന്നാണ് ചോദിച്ചത്, അല്ലേ? അതിൻ്റെ അർത്ഥം അത്രയേറെ അവർക്ക് അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ചോദിക്കുന്ന കുശലമായിരുന്നു. അപ്പോൾ ധനികൻ പറഞ്ഞു, ഇല്ല, ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. പിന്നെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ 1-2 ആവശ്യങ്ങളുണ്ടായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം? പ്രഷർ നോക്കണം, പഞ്ചസാര നോക്കണം, ECG എടുക്കണം. മാത്രവുമല്ല, അതിലേതെങ്കിലും ഒന്ന് വരുന്നതിനായി കാത്തിരിക്കുകയായിരുന്നു ഈ ധനികൻ. എല്ലാ സുഖ സൗകര്യങ്ങളിലും ജീവിക്കുന്നയാളാണ് രണ്ടാമത്തെ രോഗി. ധനികരായ സുഹൃത്തുക്കൾക്ക് വരുന്ന രോഗങ്ങളെല്ലാം തനിക്കും വരണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. അതില്ലാത്തതിൽ അദ്ദേഹം ഏറെ വിഷമിക്കുകയും ചെയ്യുന്നു. ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്, അതുപോലെ തന്നെ പണവുമുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ഇല്ലാത്തത് എന്തൊക്കെയായിരുന്നു? ഷുഗർ, അറ്റാക്ക്, പ്രഷർ. ഇത്തരം രോഗങ്ങൾ അദ്ദേഹം ഒരു അഭിമാനമായിട്ടായിരുന്നു കണ്ടിരുന്നത്. മാത്രവുമല്ല, ആശുപത്രിയിൽ പോകുന്നതും മരുന്ന് വാങ്ങുന്നതും ഗുളിക കഴിക്കുന്നതുമെല്ലാം ആഡംബരത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ ധനികനായ രോഗി കണ്ടിരുന്നത്. ഇടയ്ക്കിടെ ആശുപത്രിയിൽ പോയി പരിശോധന നടത്തുന്ന ഒരാളായിരുന്നു ധനികൻ, അല്ലേ? എന്നെങ്കിലും തനിക്ക് ഇത്തരത്തിലുള്ളൊരു രോഗം വരുമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു. കാരണം അത് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് ആയിട്ടല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് പോലെ തന്നെ അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നു അത്തരം രോഗങ്ങൾക്ക് കൂടി. ഇങ്ങനെ ഡോക്ടർ സന്തകുമാറിനെ കാണാൻ വരുന്ന 2 രോഗികളുടെയും ജീവിത സാഹചര്യങ്ങളാണ് ഇവിടെ തുറന്നു കാട്ടുന്നത്. 2 പേര് വരുന്നെങ്കിലും ഒരാൾക്ക് ആഹാരം കഴിക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് കലശലായ ക്ഷീണം അനുഭവപ്പെട്ടത്. എന്നാൽ സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ധനികനായ മറ്റൊരു രോഗി ആഗ്രഹിക്കുന്നത് എപ്പോഴും ഷുഗർ, പ്രഷർ, അറ്റാക്ക് തുടങ്ങിയ അസുഖങ്ങളായിരുന്നു. അദ്ദേഹം അസുഖം വരാത്തതിലേറെ വിഷമിക്കുകയും ചെയ്യുന്നു. ആഹാരത്തിന് വകയുള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും ഒക്കെ അവസ്ഥയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു പാഠഭാഗവുമായി നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം.